ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊടിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി FC ഗോവ ഇതൊരു അപ്ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുകയാണ്. മലയാളി യുവതാരമായ മുഹമ്മദ് നബിലിൻ്റെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് നിലവിൽ FC ഗോവ പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ താരത്തിൻ്റെ കോൺട്രാക്ട് 2024, അതായത് ഈ വർഷത്തോടെ അവസാനിച്ചിരുന്നു. നിലവിൽ താരത്തിൻ്റെ കോൺട്രാക്ട് അടുത്ത 3 വർഷം കൂടി 2027 വരെ താരത്തിൻ്റെ കരാർ പുതുക്കിയിരിക്കുന്നു. നിലവിൽ ഒഫീഷ്യലായി കാര്യം FC ഗോവ പുറത്തുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിലിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 സീസണിലായി FC ഗോവയുമായി കരാറുള്ള താരം. ആദ്യ സീസൺ 2021-22 സീസണായിരുന്നു ISL പന്ത് കിട്ടിയത്. ആ ഒരു സീസണിൽ ഒരു മിന്നും പ്രകടനം താരത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. എങ്കിൽ പോലും താരത്തിന് ഗോളുകളൊന്നും സ്വന്തമാക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും കളി കാണാൻ വന്നവരുടെ എല്ലാം മനസ്സിലിടം പിടിച്ചൊരു താരം തന്നെയായിരുന്നു മലയാളി താരമായ മുഹമ്മദ് നബിൽ. അതിനുശേഷം FC ഗോവയാകട്ടെ താരത്തിനെ സ്പെയിനിൽ ഒരു സെക്കൻഡ് ടയർ ലീഗിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കൊടുക്കുകയും അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് തിരിച്ച് FC ഗോവയിലേക്ക് കഴിഞ്ഞ സീസണിൽ തിരിച്ചെത്തുകയും ശേഷം കഴിഞ്ഞ സീസണിൽ 10 മത്സരങ്ങൾ മാത്രമാണ് FC ഗോവയ്ക്ക് വേണ്ടി എല്ലാ കോമ്പറ്റീഷൻ താരം കളിച്ചത്. ഒരു ഗോളും 2 അസിസ്റ്റും താരം സ്വന്തമാക്കി. എങ്കിൽ പോലും താരത്തിൻ്റെ കഴിവ് പുറത്തോട്ട് കാണിക്കാനുള്ള അവസരങ്ങൾ താരത്തിന് കുറച്ച് മാത്രമേ ലഭിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ താരത്തിന് നല്ലൊരു പൊട്ടൻഷ്യലുള്ള പ്ലെയർ ആണെന്ന് FC ഗോവയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് 22-കാരനായ 40 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ സൂപ്പർ ഒരു അറ്റാക്കറെ നിലവിൽ FC ഗോവ 3 വർഷം കൊണ്ട് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ണിനറിയാം അടുത്ത വർഷം മുഹമ്മദ് നബിൽ FC ഗോവയിൽ തന്നെ കളിക്കുമോ, മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമോ എന്നൊക്കെ. നിങ്ങളെ എപ്പോഴും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് മാത്രം പോവുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.